നമസ്കാരം. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പലർക്കും ഈ പാലം എവിടെയാണെന്ന്. ഇത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഉക്കടമായി ബന്ധിപ്പിക്കുന്ന ഉക്കടത്തിലെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമായി മാറിയിട്ടുള്ള പാലത്തിൻ്റെ വീഡിയോ ആണ്. ഇത് ഉദ്ഘാടനത്തിൻ്റെ പിറ്റേന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഊട്ടി പോകുമ്പോഴാണ് ആ പാലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് സാധിച്ചത്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ 4-5 വർഷക്കാലം കൊണ്ടാണ് ഈ 4 കിലോമീറ്ററോളം വരുന്ന ഇത്രയും വലിയ പാത പൊള്ളാച്ചിയെയും കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും ഒക്കെ കൃത്യമായി ബന്ധിപ്പിക്കുന്ന, അവിടേക്ക് പോകുന്ന വാഹനങ്ങളെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ അയച്ചുവിടുന്നൊരു പാലം. വളരെ വൃത്തിയായിട്ട് ചെയ്തു വച്ചിരിക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ പറയുന്ന പാലം. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത് അവിടുത്തെ ഭരണാധികാരികളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാരും ജനപ്രതിനിധികളുമൊക്കെ ഇത് കണ്ട് പഠിക്കണം. എത്ര കൃത്യതയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തതെന്ന് നമ്മൾ കണക്കാക്കണം. നിങ്ങൾക്കറിയാം, കോയമ്പത്തൂർ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഒരു ഗതാഗത കുരുക്കിലൂടെ ആയിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവും അതിന് മുമ്പ്. ഈ പാലത്തിൻ്റെ പണി ഇത്രയും തിരക്കുണ്ടാവുന്ന പ്രദേശത്തിലൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുകിട പാലങ്ങൾ പൂർത്തീകരിക്കാൻ 50 മീറ്ററിൻ്റെയും 70 മീറ്ററിൻ്റെയും 100 മീറ്ററിൻ്റെയും ചെറിയ പാലങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് പതിറ്റാണ്ടുകൾ എടുക്കേണ്ട ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. കണ്ട് പഠിക്കാൻ പറയണം. ശരിക്കും പറഞ്ഞു ആ പാലത്തിലൂടെ പോകുമ്പോഴേ നമുക്ക് ഓരോ മേഖല എത്തുമ്പോഴും സൈൻ ബോർഡുകൾ കൃത്യമായിട്ട് ഇത് എവിടേക്കാണ്, എത്ര കിലോമീറ്റർ വേഗതയിൽ പോകണം, അതുപോലെ തന്നെ വളവിൻ്റെ അവിടെ കൃത്യമായ റിഫ്ലക്ടറുകൾ വെച്ചിട്ട് നമുക്ക് വേഗത നിയന്ത്രിക്കാനുള്ള ഒരു കാരണമാവുന്ന രീതിയിൽ എവിടെയും വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഇല്ലാതെ കൃത്യമായി രീതിയിലുള്ള നിയമങ്ങൾ ഭയങ്കര മനോഹരമായിരുന്നു. ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഉക്കടം നമ്മൾ നേരെ ഊട്ടി റോട്ടിൽ പോയി കയറുന്ന ആ ഒരു രീതിക്കാണ് ഇവിടുത്തെ പണി പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. തിരിച്ചു വരുമ്പോൾ ഉക്കടം ബസ് സ്റ്റാൻഡില്ലേ, ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു മേൽപ്പാലം കയറുന്നുണ്ട്. അതിലേക്ക് കയറി ശരിക്കൊരു റൗണ്ട് അടിച്ചിട്ടാണ് ഈ പാലത്തിൽ വന്ന് കയറുന്നത്. പാലത്തിൽ കയറിയിട്ട് ഈ ഒരു അവസ്ഥയാണ്. പിന്നെ സ്ട്രെയിറ്റ് പോകണം. രാത്രി കാലങ്ങളിൽ അവർ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ തൊട്ട് ലൈക്കുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പറയണ്ടല്ലോ, ചെന്നൈ കഴിഞ്ഞാൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ വലിയൊരു പട്ടണമാണ് ഈ കോയമ്പത്തൂർ. ചില വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായി. അടുത്ത 10 വർഷത്തിനകം ചെന്നൈനെ കിടത്തി വെട്ടുന്ന ഒരു നഗരമായിട്ട് കോയമ്പത്തൂർ മാറാൻ പോവുകയാണ്. അവിടെ മെട്രോ വരാൻ പോവുകയാണ്. ഈ പാലം ശരിക്കും ഗാന്ധിപുരം വരെ നീട്ടുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് ടൗണിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ തന്നെ നമുക്ക് മൈസൂരിലേക്കും ഊട്ടിയിലേക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ മേലെ എടുക്കുകയാണ് നമ്മൾ ഈ 35-40 കിലോമീറ്ററിന്. അതായത് കോയമ്പത്തൂർ ഉടുമ്പൽപേട്ട എവിടെയാണ് വെട്ടുപ്പള്ളിയൊക്കെ എത്താനേ പറയാൻ 10-30 കിലോമീറ്റർ 40 കിലോമീറ്റർ താഴെ വരുള്ളൂ. പക്ഷേ സമയം ഒരുപാട് എടുക്കും. അതിൻ്റെ ഭൂരിഭാഗം സമയം നമ്മൾ ഈ ഉക്കടവും ഗാന്ധിപുരവും അല്ലെങ്കിൽ ഈ പൂ മാർക്കറ്റും അവിടെയൊക്കെ താണ്ടി കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് രാത്രിയിലെ വ്യൂ. ഗംഭീരമായിട്ടുണ്ടാവും. ഞാൻ 5:45 കൂടിയിട്ട് നമ്മുടെ മേട്ടുപ്പാളയം എത്തി. അവിടെ നിന്ന് ഈ പറയുന്ന മധുക്കര എത്താൻ എനിക്ക് സമയം 9 മണിയായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം ആ ടൗണിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അവിടെ നിന്ന് ഏകദേശം കോയമ്പത്തൂർ ടൗൺ എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് തന്നെ ക്ലച്ച് ചവിട്ടി കാലെല്ലാം ഒരു പരുവത്തിലായി. അതൊന്നൊന്ന് റിലാക്സ് ആയത് ഈ മേൽപ്പാലത്തിൽ കയറിയതിന് ശേഷമാണ്. പിന്നെ നമ്മളിങ്ങനെ പൊള്ളാച്ചിയിലേക്കും അതുപോലെ തന്നെ പാലക്കാട്ടിലേക്കൊക്കെ ഉക്കടത്തുനിന്ന് കയറുമ്പോൾ ഒരേപോലെ തന്നെ പോവുക, ഒരേ ട്രാക്കിലൂടെ തന്നെയാണ് പോവുക.
ഇത് അവിടെ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ശ്രദ്ധിച്ച് ഇറങ്ങണം. അതല്ലെങ്കിൽ നമ്മൾ നേരെ പൊള്ളാച്ചിയിലേക്ക് പോകും. പാലക്കാടുള്ളവൻ പൊള്ളാച്ചിക്കും പോവും, പൊള്ളാച്ചിക്ക് പോകണ്ടവൻ പാലക്കാട്ടേക്കും വരും. ഇപ്പോൾ ശ്രദ്ധിച്ചോളയും. നമ്മൾ ചെറിയൊരു ബാരിക്കേഡ് എന്തോ വെച്ചിട്ടാണെന്ന് തോന്നുന്നു പാലക്കാട്ടേക്ക് തിരിച്ചു വിടുന്നത്. പക്ഷേ അതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചിയിലേക്കും, വലത്തെ സൈഡ് റൈറ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ പാലക്കാട്ടേക്കും. ഒരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. എന്നാലും കൺഫ്യൂഷൻ വന്നിട്ട് ബസ്സുകാർ നിർത്തിയതാണ്. ഉണ്ടല്ലേ, 1 വേ ആണ്. അതുകൊണ്ട് വേഗത മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വളവ് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള വളവുകളാണ്. പക്ഷെ അവർ വേഗത പറയുന്നുണ്ട്, ഇത്ര കിലോമീറ്റർ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിയന്ത്രണത്തിൽ പോയി കഴിഞ്ഞാൽ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ബാക്കി നിങ്ങൾ വീഡിയോ കാണി. ഓക്കെ, ബൈ.